നമസ്കാരം. ദമാസ്കസ് വിമതർ കൈയടക്കിയതോടെ സിറിയയിൽ ആഘോഷവും ആഹ്ലാദവും. ഏകാധിപത്യ ഭരണം തീർന്നെന്ന ആഘോഷമാണെങ്കും. പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ വിമാനം അപ്രത്യക്ഷമായി എന്നും റിപ്പോർട്ടുണ്ട്. വെടിവെച്ചിട്ടു എന്നാണ് അഭ്യൂഹം. എന്നാൽ ഇത് സിറിയ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതോടെ പ്രസിഡന്റിന്റെ കൊട്ടാരം പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരും വിമതരും ചേർന്ന് തൂത്തുവാരി. ദശാബ്ദങ്ങൾ നീണ്ട അൽ അസദ് കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചതിന്റെ ആഹ്ലാദം പ്രസിഡന്റിന്റെ വസതി കൊള്ളയടിച്ചും നഗരത്തിൽ പടക്കം പൊട്ടിച്ചുമാണ് വിമതർ ആഘോഷിച്ചത്. പ്രസിഡന്റിന്റെ വസതിയിൽ ജനങ്ങൾ കയറുന്നതിന്റെയും വസ്തുവകകൾ നശിപ്പിക്കുന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. കൂടാതെ അസദിന്റെ പിതാവും മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമകൾ തകർത്ത തലസ്ഥാന വീഥികളിലൂടെ വലിച്ചഴിച്ച് ജനങ്ങൾ വിമതരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നു. നാടകീയമായ അട്ടിമറിയിലൂടെയാണ് 1970 ഹാഫിസ് അൽ അസദ് സിറിയയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. പിന്നീട് പ്രസിഡന്റ് പദവിയിലെത്തിയ അദ്ദേഹം 2000 മരിക്കുന്നത് വരെ പ്രസിഡന്റായി അധികാരത്തിൽ തുടർന്നാണ് ബഷർ അൽ അസദ് അധികാരത്തിലെത്തിയത്. ബഷർ അൽ അസദ് സിറിയ വിട്ടതോടെ ദമാസ്കസിലെ പ്രസിഡൻഷ്യൽ പാലസിലെ റിസപ്ഷൻ ഹാൾ വിമതർ കത്തിച്ചു. ജയിലിലെ തടവുകാർ എല്ലാവരും സ്വതന്ത്രരായി. കൊട്ടാരത്തിലേക്ക് ഇരച്ചെത്തിയ വിമതർ അൽ അസദ് കുടുംബത്തിന്റെ ചിത്രങ്ങളെല്ലാം ചുവരുകളിൽ നിന്നെടുത്ത് വലിച്ചിട്ടു. പാലസിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ചാക്കിലാക്കുന്ന വിമതരെയും വീഡിയോയിൽ കാണാം. പ്രസിഡന്റ് വിമാനത്തിൽ കയറി രക്ഷപ്പെട്ടെന്ന് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ എവിടേക്കാണ് പോയതെന്ന് വ്യക്തമല്ല. ഇതിനിടയിലാണ് പ്രസിഡന്റിന്റെ വിമാനം തകർന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നതും. പ്രസിഡന്റിന്റെയും ബ്രിട്ടീഷുകാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മാൽ അസദിന്റെയും വില കൂടിയ വസ്തുക്കളെല്ലാം കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയവർ നശിപ്പിച്ചു. വലിയ ബോക്സിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്തുന്നുമുണ്ട്. ഇതിനിടയിൽ ചിലർ സെൽഫി എടുക്കുന്നു. മെഴ്സിഡസ്, ഫെരാരി, ഓടി തുടങ്ങി കൊട്ടാരത്തിലെ ആഡംബര കാറുകളുടെ ശേഖരത്തിലേക്കും വിമതർ കയറി. അതും അവർ സ്വന്തമാക്കി. സിറിയയിലെ സെൻട്രൽ ബാങ്ക് കൊള്ളയടിച്ചു. കൊട്ടാരത്തിലെ അൽമാരകളെല്ലാം വിമതർ പരിശോധിച്ച് വിലപിടിപ്പുള്ളതെല്ലാം എടുത്തുവെന്നാണ് റിപ്പോർട്ട്. ദമാസ്കസിന്റെ പതനത്തോടെ അസദിന്റെ 54 വർഷത്തെ ക്രൂരമായ രാജവംശ ഭരണം മിന്നൽ വേഗത്തിൽ അവസാനിച്ചുവെന്നും വിമതർ പറയുന്നു. ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയത്ത് താഹിർ അൽ ഷാം 2 ആഴ്ച മുൻപായിരുന്നു അസദ് ഭരണത്തിനെതിരെ ടെലിഗ്രാമിലൂടെ ക്യാമ്പയിൻ ആരംഭിച്ചത്. സിറിയയ്ക്ക് പുതിയ യുഗം രചിക്കാൻ പോരാടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യത്തെ വിമതരെ കൂട്ടുപിടിച്ച് ഹയത്ത് താഹിർ അൽ ഷാം നടത്തിയ ആക്രമണം വിജയം കാണുകയും ദമാസ്കസ് പിടിച്ചെടുക്കുകയുമായിരുന്നു. 50 വർഷം നീണ്ട കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചെന്നാണ് വിമതർ അവകാശപ്പെട്ടത്. ആഗോള ഭീകര സംഘടനയെ കണക്കാക്കുന്ന ഹയത്ത് താഹിർ അൽ ഷാം നടത്തിയ നീക്കങ്ങൾ സിറിയയുടെ ഭാവി വീണ്ടും തുലാസിലാക്കിയേക്കുമെന്നും ആശങ്കകൾ ഉയരുന്നുണ്ട്. ദമാസ്കസിൽ നിന്നും സൈന്യം പിൻവാങ്ങിയതോടെയാണ് പ്രസിഡന്റ് ബഷർ അൽ അസദ് സിറിയ വിട്ടതെന്നാണ് വിവരം. അസദ് കൊല്ലപ്പെട്ടുവെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ. സിറിയൻ പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ പ്രസിഡന്റ് ബഷർ അൽ അസദുമായി പുറപ്പെട്ടെന്ന് കരുതുന്ന വിമാനം തകർന്നു വീഴുകയോ വെടിവെച്ചിരിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. റഡാറിൽ നിന്ന് വിമാനം പൊടുന്നതിന് അപ്രത്യക്ഷമായതാണ് ഇതിന് പിന്നിലെ കാരണം. വിമാന സ്പോട്ടിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സിറിയൻ എയർ വിമാന കമ്പനിയുടെ ഇല്യൂഷൻ 276T എന്ന വിമാനം ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതും പിന്നീട് സിറിയയുടെ തീരമേഖലയിലേക്ക് നീങ്ങുന്നതും കാണാം. ലറ്റാക്കിലേക്കായിരുന്നു വിമാനം പോയതെന്നാണ് നിഗമനം. എന്നാൽ പെട്ടെന്ന് ഈ വിമാനം യാത്ര എതിർദിശയിലേക്ക് മാറ്റി. മിനിറ്റുകൾക്കുള്ളിൽ ഹോംസ് നഗരത്തിന് സമീപം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു. എന്നാൽ അസദ് എങ്ങോട്ടാണ് പോയതെന്നുള്ള വിവരങ്ങൾ സിറിയൻ അധികൃതർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും ഇവർ തയ്യാറല്ല. 3650 മീറ്ററിൽ നിന്ന് 1070 മീറ്ററിലേക്ക് വിമാനം താഴ്ന്നതിന് പിന്നിൽ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ വിമാനത്തിന്റെ യന്ത്ര തകരാർ തുടങ്ങിയവയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം. അതേസമയം അട്ടിമറിക്ക് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളാണെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. വിമതർ തലസ്ഥാനത്ത് പ്രവേശിച്ചതിന് പിന്നാലെ തന്റെ ഏകാധിപത്യ ഭരണം ഉപേക്ഷിച്ച് അസദ് വിമാനമാർഗം രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രാ ലക്ഷ്യസ്ഥാനം അസദ് വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന് 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു. അസദ് രാജ്യം വിട്ടതിനെ തുടർന്ന് ദമാസ്കസിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങളും അരങ്ങേറുകയാണ്. വിമതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട്. പ്രതിമകളുടെ ശിരസ് തകർത്തും വലിച്ചിഴിച്ചും പ്രതിമകളുടെ മുകളിൽ കയറിയിരുന്നും ജനങ്ങൾ ആഘോഷിക്കുകയാണ്. ദമാസ്കസിലെ കുപ്രസിദ്ധമായ സെറ്റ്നായ ജയിലിലെ മുഴുവൻ തടവുകാരെയും വിമതർ മോചിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്.